ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈഷുസ്കൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ സർപ്രൈസ് പൊളിയുന്നത് എനിക്ക് ലൈവായിട്ട് കാണിച്ചു തരാം ഗൈസ്. വേറെ ഒന്നുമല്ല, നമ്മുടെ കട്ടയും കല്യാണിയില്ലേ, അവരപ്പം കാശ്മീരാണല്ലോ. അപ്പോൾ അവർ ജാനുവരിയിൽ ലീവിന് വരാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ലീവ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം ജാനുവരിയിൽ വരുത്ത് നടക്കില്ല എന്നൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. അവരുടെ ആനിവേഴ്സറി ആണ്. അപ്പോൾ അതൊക്കെ നാട്ടിൽ നിന്ന് മിസ്സായി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സങ്കടം. ആൻഡ് ഫെബ്രുവരിയിലാണ് വരിക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ വിശ്വസിപ്പിച്ചു ഗൈസ്. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഇവരെ വീഡിയോ കോൾ ചെയ്താൽ കിട്ടില്ല. നോർമൽ കോൾ അവരിങ്ങോട്ട് ചെയ്യുമ്പോഴേ നമുക്ക് കിട്ടുന്നുള്ളൂ, അവർ അവൈലബിൾ ആയിട്ടുള്ളൂ. അല്ലാതെ അങ്ങോട്ട് വിളിക്കുമ്പോൾ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് നന്നായി ഡൗട്ട് അടിച്ച് ഇവർ വരികയാണോ എന്ന്. അപ്പോൾ ഞാനിങ്ങനെ ഏട്ടനടുത്തും അമ്മേൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട്, ഒരു വരികയാണെന്ന് തോന്നുന്നു, ഒരു നമ്മളെ പറ്റിക്കുകയാണ് എന്നൊക്കെ ഞാനിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ച്, നിങ്ങൾ വരില്ലേ പരിപാടി, സത്യം പറയും, ഇതല്ലേ പ്ലാൻ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ് അല്ല, ഞങ്ങൾ റൂമിലാന്നൊക്കെ പറഞ്ഞ് സെൽഫി എടുത്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴോ എടുത്ത സെൽഫിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വീഡിയോ കോൾ ചെയ്യുമ്പോൾ വരുന്നില്ല. പിന്നെ ഇന്നലെ അച്ഛനെ വിളിച്ചപ്പോൾ ഞാൻ ചായ കാപ്പി എന്ന് കേട്ടു എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് മൊത്തത്തിൽ ഡൗട്ടായിട്ടോ. ഇന്ന് നോക്കുമ്പോൾ ഗൈസ്, ഞാൻ വീട്ടിലായിരുന്നല്ലോ, വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോൾ കാർ ഇവിടെ ഇല്ല. കാർ എവിടെ പോയെന്ന് ചോദിച്ചപ്പം കാറ് കട്ടേൻ്റെ ഫ്രണ്ട് കൊണ്ടുപോയി, ആദർശം എടുത്തിട്ട് പോയി എന്നാണ് പറഞ്ഞത്. അവൻ്റെ അമ്മേനെ ഡോക്ടറെ കാണിക്കാനാന്നൊക്കെ പറഞ്ഞു. ഇത് കുറച്ചെങ്കിലും നമുക്ക് മനസ്സിലാവാതിരിക്കുമോ? അപ്പോൾ എന്തായാലും അവരുടെ സർപ്രൈസ് പൊളിയുന്നത് നമുക്ക് ലൈവായിട്ട് കാണാം. ഞാനും അങ്ങനെ പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴും എനിക്ക് ഉറപ്പൊന്നുമില്ല, എന്നാലും ഒരു 90% എനിക്ക് ഉറപ്പാണ് അവർ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഒരു വരുന്ന സമയത്തുള്ള വീഡിയോസൊക്കെ ആയിട്ട് വഴിയെ കാണിക്കാം കേട്ടോ. ഞങ്ങൾ ഞെട്ടി. ഓ മൈ ഗോഡ്, വാട്ട് എ സർപ്രൈസ്. ഓ മൈ ഗോഡ്, ഞെട്ടിപ്പോയടാ. ഞെട്ടി ഞങ്ങൾ. അമ്മയോ? ഞങ്ങൾ എല്ലാവരോടും പ്ലാൻ ചെയ്ത് അറിഞ്ഞു കുത്തിരിക്ക. സീരിയസ് ആയിട്ട് ആരെ കാണിക്കാനാടാ ഈ പോയത് വണ്ടി എടുത്തിട്ട്? എന്താണ് ഒരു സർപ്രൈസ് ഒക്കെ പ്ലാൻ ചെയ്യുമ്പോ അതുപോലെ പ്ലാൻ ചെയ്യണ്ടേ? അതുപോലെ തന്നെയാണ് പ്ലാൻ ചെയ്തത്. ഷേടാ പാളിയത്? അല്ലല്ല, അപ്പോ വിളിച്ചു നോക്കിയാൽ പാളിയത് ഉണ്ടാ. അപ്പൊ വൻ അഭിനയ ഇവിടെ. മാസല്ല, ഞാൻ ഓൾറെഡി ഇൻട്രോ ഒക്കെ എടുത്തു കഴിഞ്ഞ്. വലിയ സർപ്രൈസുമായിട്ട് രണ്ടുപേർ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അരിയൊക്കെ വാങ്ങി വരുന്ന ഗൈസ്. 4 ആദർശേ. ആരാത്? ഇന്ന് മൂട് ശരിയില്ല അവളത്. അമ്മേ, എന്നിട്ട് നിങ്ങള് ഞെട്ടിയോലെ? ഇവിടൊക്കെ എപ്പോഴോ അറിഞ്ഞ് കേറി എന്നെ കണ്ടില്ല, അതല്ല പറഞ്ഞേ. നിങ്ങൾ വരുന്നുണ്ടെന്ന് ഞങ്ങള് മനസ്സിലാക്കിയല്ലോ. ശരിക്കും റെഡ് അല്ലേട്ടാ, മൂടൽ മഞ്ഞ ഒന്നും കാണുന്നില്ല. ഇതെന്താ അന്താളിക്ക്? എന്താ അച്ചച്ച ഞെട്ടിയില്ലേ? ഇളയ മെമ്പക്ക് ആദ്യം മനസ്സിലായില്ലേ ഒരു വരുന്നത്? പക്ഷേ കട്ടേൻ്റെ കൂടെ വന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ഒരു അന്താളിപ്പിലായി പോയിണ്ടാവും ചിലപ്പോൾ. ചെറിയച്ഛനെ കണ്ടപ്പോഴേ പ്രതീക്ഷിക്കാതെ. അപ്പോൾ അമ്മ വന്നാലേ ഞാൻ വരൂ എന്നൊക്കെ പറഞ്ഞ് വലിയ കോളിൽ അവിടെ തന്നെ നിന്നു. അത് കഴിഞ്ഞ് കല്യാണി പോയപ്പോൾ ഇതാ വരുന്ന അവൻ്റെ കൂടെ. കട്ട അറിഞ്ഞപ്പോൾ ശരിയാക്കുമല്ലേ, ഞാൻ വിളിച്ചിട്ട് വന്നില്ലല്ലോ, നീ അവളുടെ കൂടെ വന്നില്ലേ എന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഇതാ വരുന്നുണ്ട് ആള്. എന്നാൽ സത്യം പറഞ്ഞാൽ മാങ്കാടി പോകാൻ കുറച്ച് മടിയോട് കൂടിയാണ് പോയത്. കാരണം വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന പാടവും പ്രതീക്ഷിച്ചില്ല അവനെ കൊണ്ടാക്കുന്നു. പക്ഷേ അടയ്ക്കിപ്പോൾ ഓക്കെയാണ് കേട്ടോ. അപ്പോൾ അംഗനവാടി പോകാൻ ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. അങ്ങനെ എന്തായാലും ഇവിടെ എത്തി. ഇനിയിപ്പോൾ മൂപ്പർക്ക് ഷൂ ഉണ്ട്, ഡ്രസ്സ് ഉണ്ട് എന്നൊക്കെ അറിയാം. ഇനിയിപ്പോൾ അതൊക്കെ കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി പുറത്ത് ഓടി വന്നതായിരിക്കും. ഇനിയിപ്പോൾ അതായിരിക്കും അന്വേഷിക്കുക. എന്തിനാക്ക് ചെറിയച്ഛനെ? അത് തുമ്പീന്റെ ഉണ്ടോ? ചെറിയച്ഛ ഈ വിളിച്ചിട്ട് വരാഞ്ഞോണ്ട് ചെറിയച്ഛനെ സങ്കടമായി തിരിച്ച് പട്ടാളത്തിലേക്ക് തന്നെ പോയി. അയ്യോ, എന്താ ചെയ്യാ?
ആരെങ്കിലും ഗൾഫിൽ നിന്ന് വന്നിട്ട് പെട്ടിക്ക് ചുറ്റും ഇങ്ങനെ നിൽക്കുന്നൊക്കെ നമ്മൾ കേട്ടില്ലേ, എന്ത് പട്ടാളത്ത് നിന്ന് വന്നിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. ഇവർ രണ്ടാളും ഭയങ്കര നിൽപ്പായിരുന്നു. പക്ഷേ ഇവക്ക് ഇതെന്താ കാര്യം എന്നറിയില്ല, ഇവളെ പെട്ടീനെ ഭംഗിയുണ്ട് നിൽക്കുന്ന. അല്ലൂട്ടൻ അങ്ങനെയല്ല, ഓൻ്റെ ഡ്രസ്സ്, ഷൂ, ചോക്ലേറ്റ്സ് ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലാണെന്ന് അറിയാം. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കട്ടയാണെങ്കിൽ എന്തോ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ചെറിയച്ഛനെ ചോദിക്കലാണ്. ഇനി ചെറിയച്ഛൻ വന്നിട്ട് ടാസ്ക് ആയിരിക്കും. ചെറിയച്ഛൻ്റെ കൂടെ വന്നില്ല, ചെറിയമ്മേൻ്റെ കൂടെ വന്നത്. അച്ഛൻ പുറത്ത് പോയതായിരുന്നേ. നനഞ്ഞ പടക്കങ്ങൾ ഞങ്ങളല്ല അറിഞ്ഞത്. സർപ്രൈസ് ആണ്. സർപ്രൈസ് കുട്ടി പാവം 4 ദിവസം നമ്മൾ പിടിച്ച്. ഞങ്ങളൊക്കെ ഏകദേശം കൺഫേം ആക്കി തന്നെ നിൽക്കരുത് കേട്ടോ. ഇവർ വരുന്നുള്ളത്. ഇവരെ ആകെ പറ്റിക്കാൻ പറ്റിയത് ഇവരെ അച്ഛനാണ്, കല്യാണീൻ്റെ അച്ഛനെയാണ് പറ്റിക്കാൻ പറ്റുള്ളൂ. അച്ഛൻ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി. നിങ്ങളല്ലേ 1-ാം തീയതി വരാമെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട്. ബാക്കി അല്ലുട്ടനും ഞെട്ടി. അല്ലുട്ടനും അറിയില്ലേനു. ബാക്കി എല്ലാവരും പറ്റിക്കപ്പെട്ടില്ല. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം അവരവരുടെ റൂം തുറക്കുകയാണ് ഗൈസ്. അമ്മ ഏതായാലും പറഞ്ഞത്, നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അവിടേക്ക് ഒന്ന് വൃത്തിയാക്കിയെങ്കിലും ഇടായിരുന്നു എന്ന്. അപ്പോൾ എന്തായാലും അത് നടന്നില്ല. ഇനി ഭാര്യയും ഭർത്താവും കൂടി ഇരുന്നങ്ങ് വൃത്തിയാക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് ഇനി കല്യാണീൻ്റെ വീട്ടിലും പോകണം ഞങ്ങൾക്ക്. അങ്ങനെ ഓര് വരുമ്പോൾ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ, അല്ലൂട്ടന് നമ്മുടെ പാട്ടക്കാരൻ കേട്ടോ, വല്ലൂസ് പറയുന്ന പട്ടാളക്കാരനെ പാട്ടക്കാരൻ്റെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടോ, ഷൂ ഒക്കെ കൊണ്ടുവന്ന്. പിന്നെ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതൊക്കെ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതൊന്നും വീഡിയോ എടുത്തില്ല ഗൈസ്, മറന്നു പോയി. എനിക്ക് നല്ല അടിപൊളി ഒരു ബാഗൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും വീഡിയോ എടുത്തില്ല, സോറി. ഓക്കെ, അപ്പോൾ അങ്ങനെ പിന്നെ കുറേ നട്ട്സൊക്കെ കൊണ്ടുവന്നിട്ട് നട്ട്സൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് അവളെ. ഇനി ഇത് കഴിഞ്ഞിട്ട് കല്യാണിൻ്റെ വീട്ടിലും പോകണം, അതുകൊണ്ടാണ്. അപ്പം ഇനി കുറച്ച് ദിവസം എന്തായാലും ഇവരുടെ ഉണ്ടാവും. 10-25 ദിവസമാണ് ലീവ് ഉള്ളത്. അപ്പോൾ അവരുടെ ഉണ്ടാവും. പിന്നെ ജാനുവരി 26 അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ്, ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്. സോ എല്ലാവരും ഒരു അഡ്വാൻസ് ആനിവേഴ്സറി വിഷസ് ഒന്ന് അറിയിച്ചേക്കും കേട്ടോ. അതുപോലെ തന്നെ അപ്പോൾ ഇനിയുള്ള വീഡിയോസ് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.